സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും ഇവന്മാരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ഥിതിക്ക്. പ്ലാൻഡ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാൻഡ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് വിമാനൊക്കെ പിടിച്ചകത്തിട്ട് വല്ല ചെയ്യാന്ന് കരുതിയാ ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും, വിട്ടേരെന്ന്. എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും, മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും. ഇവരുടെയൊക്കെ ചെരുപ്പ് നിൽക്കുന്ന പട്ടികൾ ഈ നാട്ടിൽ. ചില പത്രക്കാര് അവരെന്നും പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിരക്കാനാ? സോറി, ഞാനൊരല്പം ഇമോഷണൽ ആയിപ്പോയി. കാക്കിയിട്ട ഇമോഷൻസ് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലെന്നാ. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ. ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ.